കണ്ണൂർ വളപട്ടണം കവർച്ചാ കേസ് പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മോഷണം നടന്ന അഷറഫിന്റെ വീട്ടിലെത്തിച്ചാണ് ലിജീഷിനെ തെളിവെടുപ്പ് നടത്തിയത്. 12 ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് ലിജീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. നവംബറിലാണ് ലിജീഷ് അയൽവാസിയായ അഷറഫിന്റെ വീട്ടിൽ കയറി 1 കോടിയിലധികം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും രൂപയും മോഷ്ടിച്ചത്. പ്രമാദമായ വളപട്ടണം കവർച്ചാ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി ലിജേഷിനെ ഉച്ചയോടെയാണ് കവർച്ച നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. മതിലു ചാടിയ വിധം ജനൽ കമ്പി ഇളക്കി അകത്തു കയറിയത് തുടങ്ങി കവർച്ചയുടെ ഘട്ടങ്ങളെല്ലാം പ്രതി പോലീസിനു മുന്നിൽ വിവരിച്ചു. കൃത്യം നടത്തിയതിന് തൊട്ടു പിന്നാലെ കെട്ടിടത്തിന് പുറകിലെ വഴിയിലൂടെയാണ് ലിജേഷ് മോഷണം മുതൽ സ്വന്തം വീട്ടിലെത്തിച്ചത്. അതുകൊണ്ട് തന്നെ മോഷണം മുതൽ ഒളിപ്പിച്ച പ്രതിയുടെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. മോഷണം മുതൽ ഒളിപ്പിച്ച മുറിയും കട്ടിലുമൊക്കെ അന്വേഷണ സംഘത്തിന് പ്രതി കാണിച്ചു കൊടുത്തു. അഷറഫും കുടുംബവും സുഹൃത്തിന്റെ കല്യാണത്തിന് പോയത് മുൻകൂട്ടി മനസ്സിലാക്കിയായിരുന്നു ലിജേഷിന്റെ ആസൂത്രിത മോഷണം. കീച്ചേരിയിൽ ഇയാൾ നടത്തിയ മോഷണവും അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട്. പ്രതി കൃത്യം നടന്ന സ്ഥലം, അതുപോലെ തന്നെ കൃത്യം നടത്തിയ രീതിയെ കുറിച്ചൊക്കെ എല്ലാ തെളിവെടുപ്പ് പ്രതിയെ കൊണ്ട് സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അവശേഷിക്കുന്ന ബാക്കി കാര്യങ്ങളൂടെ തെളിവ് ശേഖരിക്കാനുണ്ട്. അതിനായി പ്രതിയെ അത് കഴിഞ്ഞിട്ട് നാളെ വൈകുന്നേരത്തോടുകൂടി കോടതിയിലേക്ക് പ്രതിയെ തിരികെ ഹാജരാക്കും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കോടതി തീരുമാനത്തിന് വിധേയമായിട്ടാണ് ചെയ്യേണ്ടത്. അതിൻ്റെ നടപടി അണ്ടർ പ്രോസസ്സിംഗ് ആണ്. അതിൽ പ്രത്യേകം വീണ്ടും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. നവംബർ 20 രാത്രിയാണ് മന്നയിലെ അരിവ്യാപാരി അഷറഫിന്റെ വീട്ടിൽ നിന്ന് 1,21 ലക്ഷം രൂപയും 267 പവനും കവർന്നതായി കണ്ടെത്തിയത്. 2 ആഴ്ച നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് പ്രതിയും അയൽവാസിയുമായ ലിജേഷ് പിടിയിലായത്. ജനം, കണ്ണൂർ.